ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് റവയും മുട്ടയും കൊണ്ട് നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തും പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ കൊടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി പലഹാരമാണ്. വെറും 5 മിനിറ്റ് മാത്രം മതി ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു 2 ഗ്ലാസ് റവ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേനെ. ഇനി വറുത്ത റവ വറക്കാത്ത റവ ഏതായാലും പ്രശ്നമില്ല കേട്ടോ. ഇതിലേക്ക് ഞാനിതാ 2 കോഴിമുട്ടയും കൂടി ഒടിച്ച് വെക്കിച്ച് പാരുണ്ടേ. വെറും 5 മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ. പെട്ടെന്ന് ഗസ്റ്റ് വന്നാൽ മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു എണ്ണയില്ലാത്ത പലഹാരമാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഇതുപോലെ ഈ ഒടിച്ച് വെച്ചതിന് ശേഷം ജസ്റ്റ് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കേട്ടോ. ഈ ഒരു 2 ഗ്ലാസ് റവയ്ക്ക് ഞാൻ 3/4 ഗ്ലാസ് വെള്ളം കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങോട്ട് എടുക്കുകയാണ്. ഈ ഒരു റവ ഫുള്ള് അങ്ങോട്ട് നനയുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി സമയത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂണിൻ്റെ കീപ്പട്ടായിട്ട് ഞാൻ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കണുണ്ട്. ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂണിൻ്റെ കീപ്പട്ടായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 2 മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ഈ ഒരു മഞ്ഞൾപ്പൊടിയും ഈ ഒരു ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ നല്ലോണം അങ്ങോട്ട് മിസ്സാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ നെയ്യോ എന്തായാലും വേണ്ടില്ല ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഈ സമയത്ത് ഇട്ട് കൊടുത്തതിന് കേട്ടോ. നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ ഇഡ്ഡലിച്ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചേനെ കേട്ടോ. അതങ്ങോട്ട് തിളച്ച് കിട്ടും. ആ തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഇട്ടോ. നമുക്ക് ഈ ഒരു പലഹാരം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ മാത്രം മതി. ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ കണ്ടില്ലേ, ഈ ഒരു കട്ടിയിൽ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. അധികം അങ്ങോട്ട് ലൂസായി പോയാൽ നമുക്ക് ആ ഒരു കറക്റ്റിന് പലഹാരം കിട്ടാൻ പ്രയാസമാണ്. ഇതുപോലെ ഓരോ പൊയ്യിലും ഞാനിതാ നിറച്ച് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റ് മാത്രം മതി ഇത് കുക്കായി കിട്ടാൻ. അങ്ങനെ ഇതുപോലെ അങ്ങനെ എല്ലാ ഇതിലും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ആ ഒരു മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണേ. എങ്ങനെ നമുക്ക് ഭംഗി തോന്നണ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബദം പിസ്ത ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഞാൻ വെച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതുപോലെ കണ്ടില്ല, നല്ല മൊഞ്ചിൽ തന്നെ നമ്മൾ ഇതാക്കാണ്ട് ഈ ഒരു അണ്ടിപ്പരിപ്പ് ഒരു സെൻറ്ററിലായിട്ടൊക്കെ വെച്ച് കൊടുത്താൽ കാണാനൊക്കെ നല്ലൊരു മൊഞ്ചാണ്. കഴിക്കാനും നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് കേട്ടോ. എല്ലാവരും ഇത് ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ ഞാൻ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കി ഇതുപോലെ കണ്ടില്ല 2 മിനിറ്റ് നേരം ഒന്നങ്ങോട്ട് മൂടി വെച്ചതിന് ശേഷം തുറന്നെടുത്തപ്പോൾ കണ്ട അടിപൊളി പലഹാരം നമുക്ക് കിട്ടിയെന്ന് കേട്ടോ. ഇങ്ങോട്ട് കണ്ടു ഈ ഒരു എണ്ണ തേച്ച് കൊടുത്തതിന് ആണ് ഇങ്ങനെ വിട്ട് കിട്ടുന്നത്. ഇതുപോലെ ഞാനിതാ ഓരോന്ന് ഇങ്ങനെ ഈ ഒരു പലഹാരം അങ്ങോട്ട് എടുത്ത് മാറ്റണം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുത്തതിന് ആ ഒരു ഓപ്ഷണലാണ്. ആ ഒരു വീഡിയോസിൻ്റെ അടുത്ത് മിസ്സായി പോയതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഈ കറുത്ത എള്ള് അല്ലെങ്കിൽ കരിഞ്ജീരകം ഏതായാലും പ്രശ്നമില്ല. ഞാൻ കരിഞ്ജീരകം ചേർത്ത് കൊടുത്തത്. കരിഞ്ജീരകം നല്ലതാണല്ലോ, കാണാനൊക്കെ നല്ലൊരു മൊഞ്ചാണ്. പിന്നെ അതല്ല ഇടയിൽ ഇങ്ങനെ കരിഞ്ജീരകം കടിക്കുമ്പോൾ രസമാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ രണ്ടാമത്തെ ഇതുപോലെ തന്നെ ഞാനിതാ ഈ എണ്ണ തേച്ചിട്ട് എണ്ണ തേക്കാൻ മറക്കരുത് കേട്ടോ. എണ്ണ തേക്കാൻ എന്താണ് ഈ ഒരു പലഹാരം വിട്ട് കിട്ടാൻ പ്രയാസമാണ്. ഇതുപോലെ ഫുള്ള് അങ്ങോട്ട് നിറച്ച് കൊടുത്തതിന് ശേഷം ഞാൻ രണ്ടാമതും ഈ ഒരു മാവ് ഈ ഒരു കുയ്യിക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു പലഹാരത്തിൻ്റെ ഈ മാവിലേക്ക് ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തൊന്നാണ്ട് മൊഞ്ചാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തായിട്ട് ഞാൻ കരിഞ്ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കരിഞ്ജീരകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്ത് നോക്കേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ്. പിന്നെ അത് കാണാനും നല്ലൊരു മൊഞ്ചുമാണല്ലോ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ പായ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് നട്ട് എണ്ണയിലിട്ടിട്ട് വാട്ടിയിട്ട്
നമുക്കിതിൻ്റെ മുകളിലൊക്കെ ചേർത്ത് കൊടുത്താൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ പഴയൊക്കെ ഇങ്ങൊക്കെ അടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പലഹാരത്തിൻ്റെ ഈ ഒരു പിൻവശമൊക്കെ കണ്ടില്ലേ, നല്ല സ്പോഞ്ചിൽ തന്നെ കിട്ടിയണേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അങ്ങനെ തന്നെ നമ്മളെ പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.